നമസ്കാരം, ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന എന്താ പറയുക, വളരെ ശക്തിയുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ കഥ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചിരിക്കുന്ന ഒരാളാണ് ഇത് പണി കഴിച്ചതും ഇതിൻ്റെ ദർശനം കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ അറിയാതെ വന്നതാണ്. അതായത് ഇവിടെ ഒരു ക്രിസ്ത്യാനി ആയ ആൾക്കാർ വന്ന് സ്ഥലം മേടിച്ചപ്പോൾ അവർക്കൊരു മകൻ ജനിച്ചു. ആ മകൻ ഇതിൻ്റെ നടുവിൽ കാട്ടിലൊരു ചിതൽപുറ്റ് കണ്ടു. ആ ചിതൽപുറ്റ് എന്നും എന്ത് ചെയ്യുമായിരുന്നു, പൂജിക്കുമായിരുന്നു. പൂജിച്ച സമയത്ത് അച്ഛൻ എന്ത് ചെയ്തു, വഴക്ക് പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന് വഴക്ക് പറഞ്ഞു. പക്ഷേ പുള്ളി വീണ്ടും അത് ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് പുള്ളിയുടെ ദർശനത്തിലാണ് ഈ അമ്പലം പണിതതും ആ ശിവലിംഗവും ഒക്കെ പണിതിരിക്കുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഗണപതി ക്ഷേത്രമാണ്. അവിടെ ഒരുപാട് ഗണപതികളുണ്ട്, ഒരുപാട് പേരിൽ അറിയപ്പെടുന്ന ഗണപതി ഉണ്ട്. അവിടെ രാവിലെ ഗണപതി ഹോമം കഴിഞ്ഞു. ക്ഷേത്രത്തിൽ കയറി ഞാൻ തൊഴുതു, സ്വാമിയെ കണ്ടു. സ്വാമി ഒരു യാത്രയിലായതുകൊണ്ട് അധികം സംസാരിച്ചില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇനി എനിക്ക് പോകണം. ഈ നിൽക്കുന്ന എല്ലാം റെയ്ഡർമാരാണ്. അവർ മഹാരാഷ്ട്ര ഹിന്ദി ആയ ആളുകളാണ്. അവർക്ക് റെയ്ഡ് ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ അവരൊക്കെ പരിചയപ്പെട്ടു. ഈ നിൽക്കുന്ന എല്ലാം ബൈക്കിൽ അവരുടെ ലഗേജ്, അവരുടെ സാധനങ്ങൾ എല്ലാം വെച്ച് അവർ തയ്യാർ ചെയ്ത് ബൈക്കിൽ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. നമസ്തേ, പേരെന്താ? ഞാൻ ഡോക്ടർ സൂരജ് നായിക്. അങ്ങനെ കുറേ എത്ര ആളുണ്ട് മൊത്തം? ടോട്ടൽ 14 പീപ്പിളാണ്. അപ്പോൾ ഇവരെല്ലാം ഇപ്പോൾ റൈഡ് ചെയ്ത് വന്ന് ഇവിടെ അമ്പലത്തിൽ വന്നപ്പോൾ ഞാൻ പരിചയപ്പെട്ടതാണ്. അപ്പോൾ അവരോട് അനുവാദം ചോദിച്ചപ്പോൾ എന്ത് ചെയ്തു, ഒരു വീഡിയോ എടുത്തോളാനായിട്ട് അവർ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്ത്യനായിരിക്കുന്ന ഞാൻ മാത്രമേ വിചാരിച്ചുള്ളൂ ഞാൻ ക്രിസ്ത്യനാണെന്ന്. എന്നെ ക്രിസ്ത്യാനികൾ ഇങ്ങനെ പീഡിപ്പിക്കുമ്പോഴും ഒരു ക്രിസ്ത്യനായിട്ടിരിക്കുന്ന ഒരാളുടെ ദർശനമാണത്. ക്രിസ്ത്യാനികൾക്കും മഹാദേവൻ ദർശനം എന്ത് ചെയ്യും, കൊടുക്കും എന്നുള്ളതിൻ്റെ തെളിവാണത്. അപ്പം ജേക്കപ്പെ മനസ്സിലാക്കുക, ഒരു ക്രിസ്ത്യനായിട്ടിരിക്കുന്ന ഒരാളുടെ ദർശനമാണ്. നീ ഇത്രയും നാളായിട്ട് എന്ത് ചെയ്തു? മനസ്സിലായോ? ഞങ്ങൾ ക്രിസ്ത്യാനികളാണെങ്കിലും ഞങ്ങൾക്കൊക്കെ ജന്മം തന്നപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ജന്മം പറഞ്ഞിട്ടുണ്ട്. ആ ജന്മത്തിലാണ് ഇപ്പം നടക്കുന്നത്. അതുപോലെ ഒരാളുടെ ദർശനത്തിലാണ് ഈ കണ്ടിരിക്കുന്ന ഈ അമ്പലവും ഈ മഹാശിവലിംഗം. അതിൻ്റെ ഉള്ളിൽ കയറാം. 250 രൂപ എങ്ങാണ്ട് പാസ് വേണം കയറണമെങ്കിൽ. അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം ഞാനും ടയേർഡാണ്. കാരണം ഞാനിവിടെ വന്നിട്ട് എന്താ പറയുക, പോസിറ്റീവിൽ നിൽക്കുന്നതാണ്. എനിക്കൊന്നും പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ ആദ്യം ഗണപതിയെ കയറി തൊഴുതു, മഹാദേവനെ കണ്ടു, സ്വാമിയെ കണ്ടു, വളരെ ഹാപ്പിയാണ്. ഉണ്ണിയപ്പം തന്നു, അങ്ങനെ വളരെ സന്തോഷത്തിലാണ്. അപ്പം ക്രിസ്ത്യനായിട്ടിരിക്കുന്ന ആളോ ഹിന്ദുവായിട്ടിരിക്കുന്ന ആളോ മുസ്ലിമായിട്ടിരിക്കുന്ന ആളോ നാളെ എന്ത് ആകും, എങ്ങനെ ആകും എന്നുള്ളത് ഭഗവാന്റെ നിശ്ചയമാണ്. അതാർക്കും പറയാൻ പറ്റില്ല. നീ ക്രിസ്ത്യാനിയല്ലേ, നിനക്കിത് ചെയ്യാൻ പറ്റും. നീ ഹിന്ദു അല്ലേ, നീ എന്തിനാ ക്രിസ്ത്യൻ മതത്തിൽ? അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതെല്ലാം മുകളിലിരിക്കുന്ന ഈശ്വര നിശ്ചയമാണ്. അപ്പോൾ അത്രയും വലിയൊരു ക്രിസ്ത്യനായിട്ടിരിക്കുന്ന ഒരാളുടെ ദർശനമാണ് ഈ കാണുന്നത്. മെഡിറ്റേഷൻ ചെയ്യുകയും അതനുസരിച്ച് ജീവിക്കും. പുള്ളിയുടെ ദർശനം അവിടെ പൂർത്തിയാക്കി. പുള്ളി ഇപ്പോൾ വളരെ ശാന്തിയായിട്ടിരിക്കുന്നു, വളരെ സമാധാനത്തിലിരിക്കുന്നു. ഇവിടെ നോക്കാനായിട്ടുള്ള ആളുകളുണ്ട്, 2 ആൾക്കാർ ഇവിടെ ഉണ്ട്, അല്ലാതെ പൂജാരിമാരുണ്ട്, അങ്ങനെ പല സ്റ്റാഫുകളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വളർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോൾ ആരെയും വിലയിരുത്താൻ പോകരുത്.
അതായത് സ്വാമിയുടെ അച്ഛനും അമ്മയൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. സ്വാമി കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ സ്വാമിയുടെ ഒരു ബ്രദർ ഇവിടെ ഉണ്ട്. അവരെല്ലാം കുടുംബമായിട്ട് ഹിന്ദു മതത്തിലേക്ക് എന്ത് ചെയ്തു വന്നു കഴിഞ്ഞു. പിന്നെ എന്താ പറയുക, സ്വാമിയുടെ അതായത് ഈ അമ്പലത്തിൽ ശിവപാർവതിയാണ് ഇരിക്കുന്നത്. അതായത് ചെതൽപുറ്റിൻ്റെ അടിയിൽ സ്വയംഭൂ ഉണ്ടായിരുന്നു. അതായത് ശിവനും പാർവതിയും കൂടി ഇരിക്കുന്നത് അതിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്വാമി ഇങ്ങനെ ഇത് പൂജിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ഇവർ വഴക്കൊക്കെ പറഞ്ഞതിന് ശേഷം ഇവർ പിന്നെ ഇത് നോക്കിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ കണ്ടെത്തിയത്. എന്ന് വെച്ചാൽ എൻ്റെ വയനാട് ഇരിക്കുന്ന ആ കാര്യം പോലെയാണ് ഇത്. പിന്നെ സ്വാമിയുടെ ദർശനം പൂർത്തിയാക്കി. എനിക്ക് എൻ്റെ ദർശനം പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. ഞാൻ അതിൻ്റെ ഒരു ചെറിയ വിഷമത്തിലുണ്ട്. ഓരോരുത്തർക്കും ദൈവം എന്നുവെച്ചാൽ എൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ 14 വയസ്സിൽ അറിഞ്ഞ കാര്യങ്ങളാണ്. എൻ്റെ ഫ്ലോട്ടിൽ എന്താണെന്നും ഒക്കെ എൻ്റെ 14 വയസ്സിൽ അറിഞ്ഞു. അത് അന്ന് മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ജീവിത കാര്യങ്ങളെല്ലാം വന്നപ്പോഴത്തേക്കും ഒരുപാട് പ്രതിസന്ധി വന്നു. പിന്നെ ഇങ്ങനെ വന്നു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്ക് ഇന്ന് എന്ത് ചെയ്യുന്നില്ല, അതായത് എനിക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റില്ല. പക്ഷെ ഞാൻ പോകും. കാരണം ഞാൻ ഒരു പരിചയവും ഇല്ലാതെ രാവിലെ എന്ത് ചെയ്ത ഒരു സ്ഥലത്ത് റോഡ് സൈഡിൽ കടന്നുറങ്ങി പെട്രോൾ പമ്പിൽ വന്ന് കുളിച്ചപ്പം അവിടെ നിന്ന ഒരാളാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്, ഇവിടെ ഒരു അമ്പലമുണ്ട്, നിങ്ങളൊന്ന് പോയിട്ട് വേണം പോകാമെന്ന് എന്നോട് പറഞ്ഞതാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഈ സ്വാമിയെ അപ്പം ഞാൻ വന്ന സമയത്ത് സ്വാമി ഗണപതി ഹോമം കഴിഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ സ്വാമി എന്നോട് മിണ്ടി. പിന്നെ എന്തോ ഒരു യാത്രയുള്ളതുകൊണ്ട് പുള്ളിക്കാരൻ കുറച്ച് തിരക്കിലാണ്. അപ്പോൾ പുള്ളിക്കാരൻ താമസിക്കുന്ന സ്ഥലമാണ്. അതായത് ഇതൊക്കെ കഴിഞ്ഞ്, അതായത് ഇവിടെ വെറും കാലിയായിട്ട് കിടന്ന സ്ഥലമാണ് ഈ അമ്പലവും. ഇപ്പോൾ പുള്ളി താമസിക്കുന്ന വീടാണത്, പുള്ളിയുടെ വീടാണ്. വീടിനോട് ചേർന്നാണ് പുള്ളി ആ ശിവലിംഗം എന്ത് ചെയ്തിരിക്കുന്നത്, പണിതിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറി കാണാം. അപ്പോൾ ഒരുപാട് ശിവലിംഗങ്ങൾ ചേർന്ന് അങ്ങനെ എന്തോ ഒരു പ്രെയറിൽ, അതായത് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഞാനിപ്പോൾ വന്നറിഞ്ഞ തിരിച്ചു പോവുകയും ചെയ്യണം, ഈ വീഡിയോയും തരണം. അതിനിടയിൽ എനിക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ശിവലിംഗം പുള്ളി അതിൽ പണിതിട്ടുണ്ട്. പുള്ളി അതായത് നമുക്ക് പാസ്സുണ്ട്, അതിനകത്ത് കയറി കാണാനുള്ള പാസ്സുണ്ട്. അപ്പം ഞങ്ങൾ അതിലൊന്നും നിൽക്കില്ല, ഞങ്ങളിവിടെ പോവുകയാണ്. അതിനു മുമ്പ് നിങ്ങൾക്കൊരു വീഡിയോ ഞാൻ എന്ത് ചെയ്തതാണ് കാണിച്ചത്. ഈ സ്ഥലം വന്നിട്ട് എവിടെയാണ്? ചെങ്കൽ, തിരുവനന്തപുരം. അതായത് ഇത് നെയ്യാറ്റിങ്കര കഴിഞ്ഞ് ചെങ്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം നെയ്യാറ്റിങ്കര വന്നിട്ട് ആരോട് ചോദിച്ചാലും ചെങ്കൽ മഹാദേവ ക്ഷേത്രം ചോദിച്ചാൽ ആര് വേണമെങ്കിലും പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് അങ്ങോട്ടുണ്ട് എടുക്കാൻ, അതും കൂടെ നമുക്കൊന്ന് കവർ ചെയ്യാം. വാ. പുള്ളിയുടെ സ്വപ്ന ദർശനം പോലെ പുള്ളി പണിത് എടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. പോസിറ്റീവാണ് കേട്ടോ, എന്തുകൊണ്ടും വളരെ പോസിറ്റീവായിട്ടാണ്, ഭയങ്കര പോസിറ്റീവാണ്. ഇവിടെ പോകാൻ തോന്നത്തില്ല. ദൈവികത എന്ത് ചെയ്യുന്നുണ്ട്, നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളിപ്പോഴും എൻ്റെ വീഡിയോയിൽ വന്നിട്ട് കല്ലെറിയുമ്പോഴും ഇങ്ങനെയൊക്കെ ലോകത്തിൽ നടക്കുന്നുണ്ടെന്നുള്ളത് തെളിഞ്ഞു വരുന്നതാണ് ഇതൊക്കെ. ഒരു ക്രിസ്ത്യാനിയുടെ ദർശനമാണിത്. ഒരു ക്രിസ്ത്യാനിയെ കൊണ്ടാണ് മഹാദേവൻ എന്ത് ചെയ്തത്, അമ്പലം പണിയിച്ചത്. അതാദ്യം മനസ്സിലാക്കണം. ഇനി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഇവിടെ ഒന്നൊന്ന് തൊഴുതിട്ട് പോകുന്ന വളരെ അത്യുത്തമമായിരിക്കും. അതെ, മണ്ടന്മാരും ഒക്കെ ഉള്ളവരൊന്ന് മണ്ടത്തരം മാറ്റാൻ വേണ്ടി ഇവിടെ നെഗറ്റീവിനെ മാറ്റാനായിട്ട് ഇവിടെ വന്നാൽ മതി. മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ഇതൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യും, സ്വയം തിരിച്ചറിവ് അല്ലെങ്കിൽ സ്വയം ഒരു ബോധോദയം വരും. ഈ ജാതി മതത്തിനെ കുറിച്ചുള്ള സ്പിരിറ്റില്ലേ, അതെ, ജാതി സ്പിരിറ്റ് മാറാനായിട്ട് ഏറ്റവും നല്ല മരുന്നാണ് ഇവിടെ.
കാണാനും അങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. പക്ഷേ ഇതൊരു ചെറിയൊരു വീടാണ്. ഇവിടെ സ്വാമിയുടെ അതായത് അച്ഛനും അമ്മയും സ്വാമിയും കൂടെയാണ്. ഇവിടെ ഒരു ഫോട്ടോ ഇവിടെ കാണുന്നുണ്ട്, സ്വാമി കാണുന്നുണ്ട്. പിന്നെ ഒരു തൂക്കളൊക്കെ ഉണ്ട്. ഒരു ചെറിയ ഇതൊക്കെ പുള്ളിക്കാരൻ പണിതെടുത്താണ്. കാരണം പുള്ളിക്കാരൻ്റെ അതായത് ഞാൻ മനസ്സിലാക്കുന്ന ഇത്രയേ ഉള്ളൂ. അതായത് ഇവിടെ ഇങ്ങനെ ഒരു ഇല്ലം എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു കാണും. അത് എപ്പോഴോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും, എപ്പോഴെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ്. അതുകൊണ്ടാണ് ഇവരിവിടെ വന്ന് സ്ഥലം മേടിച്ചതാണ്. അതായത് സ്വാമിയുടെ കൊച്ചിലെ വന്ന് ഇവിടെ വന്ന് സ്ഥലം മേടിച്ചതാണ്. സ്വാമിക്ക് അധികം പ്രായമൊന്നുമില്ല. ഞാൻ സ്വാമിയെ കണ്ടു. പക്ഷെ തലയിലെല്ലാം ജഡ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് അതുപോലെ തന്നെ ആ കാണുന്ന ജഡയാണ് കെട്ടി വെച്ചിരിക്കുന്നത്. അത് എനിക്ക് കാണാൻ പറ്റി. സാധാരണ അധികം പ്രായമൊന്നുമില്ല, സാധാരണ ഒരു മനുഷ്യനാണ്. ഒരു ബ്രദറുണ്ട്, 2 ആമക്കളായിരുന്നു തോന്നുന്നു പുറത്തല്ലേ. അതും കാണിക്കണം. നാഗത്തിന്റെ ശിവനും ഗണപതി ക്ഷേത്രം കൂടെ കാണിക്കാൻ ഇവിടെ കുറച്ച് ഇരിക്കട്ടെ. വന്ന് ഈ വന്നതേ ഞാനിത് ചോദിക്കുകയാണ്, ഇത് ഒരാളുടെ ദർശനമല്ലേന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ പിന്നെ നേരെ എന്ത് ചെയ്ത് ഗണപതി ക്ഷേത്രത്തിൽ കയറിയിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. കാരണം ഒരു പ്രത്യേക രീതിയിലുള്ള ഗണപതി ക്ഷേത്രമാണ്. ഒരുപാട് അതായത് നൃത്ത ഗണപതി, അങ്ങനെ ഒരുപാട് പേരിൽ അറിയപ്പെടുന്ന ഗണപതിമാർ അവിടെ പ്രതിഷ്ഠകളുണ്ട്. ഗണപതി ഹോമമുണ്ട്. വളരെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാം കൊണ്ടും വളരെ പോസിറ്റീവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വന്ന് ശരിക്കും പരിഭ്രാന്തി എന്ത് ചെയ്തു ആയി. കാരണം നമ്മൾ ഓരോ നിമിഷവും കല്ലെറിയപ്പെടുമ്പോഴും അതായത് ഒരു മാവിൽ മാങ്ങ ഉണ്ടെങ്കിൽ കല്ലെറിയത്തുള്ളൂ, എറിഞ്ഞു പറിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഫലങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട്. കാരണം സാധാരണ മനുഷ്യരെ കൊണ്ട് പറ്റത്തില്ല. അമാനുഷിക ശക്തികളുള്ള മനുഷ്യ ജന്മങ്ങളുണ്ട് ഈ ഭൂമിയിൽ. അവർക്ക് മാത്രമേ ഈ ദർശനം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ളവരാണ് ഇതെല്ലാം എന്ത് ചെയ്യുന്നത് ചെയ്തെടുക്കുന്നത്. അതായത് സ്വാമി ഇവിടെ ഒരു കാട് പിടിച്ച് കടന്നിരുന്ന സ്ഥലത്ത് ചെറുപ്പത്തിലേ പോയിട്ട് എന്ത് ചെയ്യുന്നു, ആ പുറ്റിനെ ഇങ്ങനെ വെറുതെ പൂജിക്കുകയായിരുന്നെന്ന് പറഞ്ഞു. എന്നിട്ട് സ്വാമിയെ വഴക്ക് പറഞ്ഞു, അച്ഛൻ വഴക്ക് പറഞ്ഞു. വീണ്ടും സ്വാമി എന്ത് ചെയ്തു, അത് തുടർന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഭഗവാനായിട്ടൊരു ജന്മം കൊടുത്തിരുന്നതാണ് സ്വാമിക്ക്. ഭഗവാന്റെ ജന്മമായിരുന്നതാണ്. അതുകൊണ്ടാണ് സ്വാമി ഇതൊക്കെ ചെയ്തത്. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. എല്ലാവർക്കും വളരെ നന്മകൾ നേരുന്നു. അപ്പോൾ അറിയത്തില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, ആളുകളെ ആക്ഷേപിക്കാൻ പോകരുത്. എന്നുവെച്ചാൽ നിങ്ങളാരും ഒരാൾക്ക് നേരെ വിരൽ ചൂണ്ടാൻ യോഗ്യനല്ല. കാരണം ഒരാൾക്ക് നേരെ ആർക്കും വിരൽ ചൂണ്ടാൻ യോഗ്യതയില്ല. നമുക്ക് വഴിയിലിരിക്കുന്ന ഭിക്ഷക്കാരനെ പോലും നമുക്ക് വിരൽ ചൂണ്ടാൻ പറ്റത്തില്ല. കാരണം നമ്മളെ കഴിഞ്ഞ് ശ്രേഷ്ഠരായിരിക്കും ആ ഭിക്ഷക്കാരൻ. ആ ഭിക്ഷക്കാരൻ എങ്ങനെയാണ് ഭിക്ഷ എടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ ഭിക്ഷക്കാരൻ എന്ന് ആദ്യം നമ്മൾ അയാളെ തിരിച്ചറിയാൻ പഠിക്കണം. ഒരാളെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ എന്ത് ചെയ്യത്തുള്ളൂ, പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. വന്ന് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ തേൻ നുകർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പോകാനും തോന്നുന്നില്ല. പക്ഷെ എന്നാലും പോയേ പറ്റൂ. അതിനിടയിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു വീഡിയോയാണ്. എന്നാൽ അവിടെ അഹം ബ്രഹ്മാസ്തി. വിശ്വശാന്തി പീഠം. വിശ്വശാന്തി പീഠമാണിത്. വിശ്വശാന്തി പീഠം. നാഗര ശിവൻ.
അതായത് നമ്മൾ ഇപ്പോൾ ഓരോ അമ്പലങ്ങളിൽ പോകുന്നതാണ്. ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രം, അങ്ങനെ ആറ്റാൽ, അങ്ങനെ ഓരോ അമ്പലങ്ങളിൽ നമ്മൾ പോകുന്ന ആളുകളാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഓരോ ഐതിഹ്യങ്ങളുണ്ട് ഓരോ അമ്പലത്തിൽ. അപ്പോൾ ഇവിടെ ഉണ്ടൊരു ഐതിഹ്യം. ഇവിടുത്തെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിയലാണ്. കാരണം അധികം വർഷം പഴകാത്ത ഒരു ഐതിഹ്യമാണ്, യാഥാർത്ഥ്യമാണ്. അതായത് ഇത് സ്വാമിയുടെ വീടാണെന്ന്. ഇതായിരുന്നു സ്വാമിയുടെ വീട്, അവരുടെ വീട് ഇരുന്ന സ്ഥലമായിരുന്നു ഇതായിരുന്നു വീട്. ഈ ഇരിക്കുന്ന അമ്മ അച്ഛൻ സ്വാമി, അതായത് അവര് ഇവിടെ വന്ന് സ്ഥലമെടുത്ത് താമസിച്ചു. തൊട്ട് ഫ്രണ്ടിൽ കാണുന്നതാണ് അമ്പലം. അപ്പം സ്വാമി ഇവിടുന്ന് കൊച്ചിലെ ജനിച്ച് അവിടെ ആ ചെതൽപ്പുറ്റ കണ്ട് അങ്ങനെ പൂജിച്ച് ആണ് അമ്പലം വന്നത്. ഇത് വീടും അത് അമ്പലമാണ്. അപ്പം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം യാഥാർത്ഥ്യങ്ങളും, അതായത് ഒരുപാട് ഐതിഹ്യങ്ങളും കേൾക്കുന്നവരാണ്. ഇത് ജീവിച്ചിരിക്കുന്ന ഒരു ഐതിഹ്യമാണ്, നടന്ന കഥയാണ്. അതായത് റിയലായിട്ട് നടന്നിരിക്കുന്ന ഒരു കഥയും അതിൻ്റെ ആ പൂജിച്ച ആള് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ജീവിച്ചിരിക്കുന്നുണ്ട്. അധികം പ്രായമൊന്നും ആയിട്ടില്ല. അപ്പോൾ അധികം നാള് എന്ത് ചെയ്തിട്ട് പൂജിച്ചതൊക്കെ ചെറുപ്രായത്തിലാണ് പൂജിച്ചത്. പക്ഷെ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ യാഥാർത്ഥ്യം, അതിൻ്റെ പുള്ളിക്ക് കൊടുത്തിരിക്കുന്ന ദർശനം, സ്വപ്നം എല്ലാമാണ് ഈ കാണുന്നത്. പിന്നെ ഇതിന് ടിക്കറ്റ് വേണം. അതെന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് ഇത്രയും ഇതൊക്കെ പണിത് എടുത്തത് നല്ല എമൗണ്ട് ആയി കാണും. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി അത് ടിക്കറ്റ് വെച്ചിരിക്കുന്നത്. കാരണം പുള്ളിക്കാരനും ഇവിടെ സാധാരണ ഒരു ജന്മം എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതിന് പൈസ വേണം, ഇതിൻ്റെ ചിലവായ പൈസകളും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അത് ആളുകൾ വന്ന് കണ്ട് പോകുമ്പോഴാണ് ആ പൈസ പുള്ളിക്കത് കിട്ടുന്നത്. അപ്പം ഭഗവാനുള്ള കാണിച്ചു കൊടുക്കുന്ന വഴികളാണ് അതൊന്നും. അപ്പോൾ എനിക്ക് വേറെ ഒന്നും പറയാനില്ല, ഇത്രയൊക്കെയുള്ളൂ പറയാൻ. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് ഐതിഹ്യങ്ങൾ, സ്വയംഭൂ എല്ലാം ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും പക്ഷേ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു യഥാർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ശില്പിയെയും ഇതിൻ്റെ നിർമ്മാതാവിൻ്റെയും ഇതിൻ്റെ പൂജാരിയും ഒക്കെ ആ ആളെ യഥാർത്ഥമായിട്ട് കാണാൻ പറ്റും. അതാണ് അതിൻ്റെ കാര്യം. ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. ഇത് നിങ്ങൾക്ക് വന്ന് കാണണമെങ്കിൽ നിങ്ങൾ വന്ന് കാണുക. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര എന്ന് പറയുന്ന സ്ഥലത്ത് ചെങ്കൽ ചോദിച്ചാൽ ശിവക്ഷേത്രം ചോദിച്ചു കഴിഞ്ഞാൽ ആരും പറഞ്ഞു തരും. അപ്പോൾ ശിവപാർവതി. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ വേണമെങ്കിൽ അടിച്ചു നോക്കാം, നിങ്ങൾക്ക് വന്ന് കാണാം. അപ്പം ഞാൻ എന്തായാലും എൻ്റെ യാത്ര പൂർത്തീകരിക്കട്ടെ. എനിക്ക് അധിക സമയം ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. എനിക്ക് എന്ത് ചെയ്യണം, യാത്ര ചെയ്യണം. അപ്പം നിങ്ങൾക്കറിയാമല്ലോ ഞാനിപ്പോൾ റോട്ടിലാണ് കിടന്നുറങ്ങുന്നത്. എല്ലാം അതൊക്കെ നല്ലതിന് വേണ്ടി. അതുകൊണ്ട് അങ്ങനെ വന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഇതിലുണ്ട്, നടക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളൊക്കെ എത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നത്. എനിക്ക് ശരിക്കും ഇവിടെ ഇരിക്കണമെന്ന് നല്ല ആഗ്രഹം. എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ ലൈഫിൽ ഇഷ്ടാനിഷ്ടങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഈ കൊച്ചു വീട്, ഈ 6 നിര വീട്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുന്ന് തൊഴുത് പോട്ടെ. എന്തായാലും സ്വാമിയുടെ കൂടെ കയറാൻ പറ്റില്ല. സ്വാമിക്ക് ജന്മം കൊടുത്തിരിക്കുന്ന 2 മാതാപിതാക്കളാണ്. അപ്പം ആ മാതാപിതാക്കൾക്ക് ജനിച്ചിരിക്കുന്ന കുട്ടി നിസ്സാരമല്ലായിരുന്നു. ഇതാണ് സ്വാമിയുടെ ഫോട്ടോ. ഇതാണ് ഇപ്പോഴത്തെ ഫേസ് ഇതുപോലെയാണ്. പക്ഷെ ഇത് വരച്ചതാണ്. ആള് അധികം പ്രായമൊന്നുമില്ല. പക്ഷെ തലമുടി മൊത്തം ജടയാണ്. ജട ഇങ്ങനെ തലയിൽ ചുറ്റി വെച്ചു. പോവാം.